ഹായ് മക്കളെ, ഞാൻ ശ്രീകുമാർ പള്ളിയത്ത്, സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസർ ആൻഡ് കരിയർ ഗൈഡ് സൈലന്റ് ലേണിംഗ്. മക്കളെ, നിങ്ങളെല്ലാവരും സൂപ്പർ മാർക്കറ്റുകൾ അഥവാ ഹൈപ്പർ മാർക്കറ്റുകൾ പോയിട്ടുണ്ടാവും. എന്താ അവിടെ പോകുമ്പോൾ നമ്മൾ സാധാരണ ചെറിയ കടകളെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്താ വ്യത്യാസം ഉണ്ടാവുന്നത്? നിങ്ങളൊരു പേന എടുക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ ഇഷ്ടം പോലെ മോഡൽസ് ഉണ്ടാവും അല്ലേ, വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഏത് വേണം സെലക്ട് ചെയ്യാം. ശരിക്കും ഇതേപോലെ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റാണ് നമ്മുടെ ഈ പറയുന്ന 10+2 അല്ലെങ്കിൽ 12th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഹയർ സെക്കൻഡറി. കാരണം ഒരുപാട് കോഴ്സുകളുണ്ട്, ഒരുപാട് എൻട്രൻസ് പരീക്ഷകളുണ്ട്. ഈ പേന എടുക്കാൻ പോയാൽ നമ്മൾ എന്താ 3 കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ വ്യക്തമായിട്ട് നിരീക്ഷിക്കുക ഏതൊക്കെ പേനകളാണ് അവിടെ ഉള്ളതെന്ന്. പിന്നെ ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന പേനയാണ്. പിന്നെ ഒരു സെലക്ഷൻ. ഇതേ പ്രോസസ്സ് തന്നെയാണ് ഹയർ സെക്കൻഡറിയിൽ നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ 10+2 ചെയ്യേണ്ടത്. ഏതൊക്കെ കോഴ്സുകളുണ്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ആ കോഴ്സുകളുടെ പ്രത്യേകതകൾ പഠിക്കുക, നിങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സുകൾ സെലക്ട് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. മക്കളെ, കോഴ്സുകളെക്കുറിച്ച് എൻട്രൻസുകളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് നീറ്റിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങളൊരു ന്യൂസ് കേട്ടിട്ടുണ്ടാകും, 2030 ഏകദേശം 2.7 മില്യൺ ഡോക്ടേഴ്സിനാണ് ഇന്ത്യയിൽ ആവശ്യമായിട്ട് വരിക. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പുതിയ ഗൈഡ് ലൈൻസ് പ്രകാരം 1:1000, അതായത് 1000 ആൾക്കാർക്ക് ഒരു ഡോക്ടർ എന്നുള്ള നിലയിലേക്കാണ് നമ്മൾ പോവേണ്ടത്. അപ്പോൾ 2030 ആകുമ്പോഴത്തേക്കും ആ ഒരു റേഞ്ചിലേക്ക് എത്തണമെങ്കിൽ 2.7 മില്യൺ ഡോക്ടേഴ്സിൻ്റെ ആവശ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ യാതൊരു സംശയമില്ലാതെ ഒരു കരിയറിനെ കുറിച്ച് തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, തീർച്ചയായിട്ടും MBBS ആണ്. അത് മാത്രമല്ല, ഒരു MBBS ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താ? സോഷ്യലായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ കിട്ടുന്ന ഒരു അംഗീകാരം. ഒന്നും വേണ്ട മക്കൾ, നിങ്ങളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തൊട്ടടുത്ത ഒരാൾ ഇരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരാൾ നമ്മളെ യാത്ര ചെയ്യുമ്പോൾ തന്നെ പരിചയപ്പെടും, എവിടെയോ വായിച്ച് കേട്ടിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം ബഹുമാനിക്കണം എന്നറിയാനാണ് ഒരു ചോദ്യം ചോദിക്കുക. എന്താ അറിയോ? എന്താ ചെയ്യുന്നത് അല്ലേ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം എന്താ ചെയ്യുന്നത്, അപ്പം നിങ്ങൾ മറുപടി ഡോക്ടറാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്നൊരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രത്തോളം അംഗീകാരം കിട്ടുന്ന, ഇത്രത്തോളം നമുക്കൊരു ആവശ്യകതയുള്ളൊരു കോഴ്സ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ MBBS. അപ്പോൾ നമുക്ക് 2026 കണക്ക് പറയുകയാണെങ്കിൽ 1,35,000 സീറ്റുകളിലേക്ക് മാറുകയാണ്. അപ്പോൾ വളരെ, എനിക്കറിയാം, ഒരു 10 വർഷം മുമ്പേയൊക്കെ, ഞാൻ ഈ ഫീൽഡ് ഓൾമോസ്റ്റ് ഒരു 20 years ആവുന്ന, ഒരു 10 വർഷം മുമ്പ് വരെ ഒരു സാധാരണ +2 കഴിയുന്ന ഒരു കുട്ടി മോർ ദാൻ 13 എൻട്രൻസ് എക്സാമിനേഷൻ, മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇപ്പം നീറ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെഡിക്കലിൻ്റെ പ്രവേശന പരീക്ഷ നീറ്റാണ്. നീറ്റ് നിലവിൽ വന്നതിന് ശേഷം ഒറ്റൊരു പരീക്ഷ എഴുതിയാൽ മതി. നിങ്ങൾ കേരളത്തിൽ പോവാണ്, കർണാടകത്തിൽ പോവാണ്, തമിഴ്നാട് പോവാണ്, ആന്ധ്രയിൽ പോവാണ്, തെലങ്കാന, മഹാരാഷ്ട്ര, ബീഹാറിൽ എവിടെ പോയി പഠിക്കുകയാണെങ്കിലും യു ഹാവ് ടു റൈറ്റ് എ സിംഗിൾ എൻട്രൻസ് എക്സാമിനേഷൻ, ദാറ്റ് ഈസ് നീറ്റ്. അപ്പോൾ നമുക്കറിയാം, ഓൾമോസ്റ്റ് 24 ലക്ഷത്തോളം കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. പക്ഷേ ടോട്ടൽ ഓൾ ഓവർ ഇന്ത്യ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഏത് സ്ഥലത്തെയും മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം, നിങ്ങൾക്ക് എവിടെ പോയും പഠിക്കാം. അപ്പോൾ അതിനാണ് നമ്മൾ പറഞ്ഞത് ഓൾമോസ്റ്റ് 1,35,000 സീറ്റുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിൽ ചെയ്യുന്നത്, ISPയിൽ ചെയ്യുന്നത് അത് തന്നെയാണ്. സാധാരണ ഇതിൽ കുട്ടികൾ ചെയ്യുന്നൊരു വഴിയെന്ന് വെച്ചാൽ ആദ്യം 2 വർഷം +2 പഠിക്കും. ഈ +2 പഠിക്കുന്ന സമയത്ത് നല്ല ബേസിക് ഐഡിയാസ് വേണം, നമ്മളൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ. ഇത് വലിയൊരു കെട്ടിടമാണ് നീറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെഡിക്കൽ എന്ന് പറയുന്നത്. ആ കെട്ടിടത്തിൻ്റെ ഫൗണ്ടേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പോൾ നമ്മൾ എത്രത്തോളം പവർഫുള്ളായിട്ട് സ്ട്രോങ് ആയിട്ട് ബേസിക്സ് പഠിക്കുന്നു എന്നുള്ള ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതിൻ്റെ കൂടെ മാത്തമെറ്റിക്സ് നമ്മൾ പഠിപ്പിക്കുന്നു. കാരണം ഫിസിക്സ് നന്നായിട്ട് ചെയ്യണമെങ്കിലും കെമിസ്ട്രി നന്നായിട്ട് ചെയ്യണമെങ്കിലും മാത്തമെറ്റിക്സ് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ അതും കൂടെ നന്നായിട്ട് പഠിച്ച് നീറ്റിൽ നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ നിങ്ങൾക്കറിയാം, എയിംസ്, ജിപ്പറിനോടൊക്കെ കിടപിടിക്കുന്ന മെഡിക്കൽ കോളേജുകൾ നമ്മൾ കേരളത്തിൽ തന്നെ ഉണ്ട്. എവിടെയാണ്? കാലിക്കറ്റും ട്രിവാൻഡ്രത്തൊക്കെ. റേറ്റിംഗിൽ വളരെ ഉയർന്ന രീതിയിലേക്ക് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് നീറ്റ്. അപ്പം സാധാരണ ഇതിൽ മെയ് മാസത്തിലാണ് നീറ്റിൻ്റെ പരീക്ഷ ഉണ്ടാവുക. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. പക്ഷേ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒന്നാമത്തെ എൻട്രൻസ് എക്സാമിനേഷൻ നീറ്റ് തന്നെയാണെന്ന് നിസ്സംശയം പറയാം. പിന്നെ ഈ പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷകളെ കുറിച്ച് പറയുമ്പോൾ JEE കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. ഞാൻ ഈ റീസെൻ്റായിട്ട് IIT നടന്ന പ്ലേസ്മെൻറ്റ് റെക്കോർഡ് നോക്കിയ സമയത്ത് അതിൻ്റെ ഡാറ്റ എൻ്റെ കയ്യിലുണ്ട്. 3.67 crores, 3,67,00,000 രൂപയാണ് 2025 ബോംബെ IIT. ബോംബെ മുംബൈ ആയി മാറിയെങ്കിലും IIT ഇപ്പോഴും ബോംബെ തന്നെയാണ്. ബോംബെ IIT പ്ലേസ്മെൻറ്റ് കിട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ സാധാരണ വലിയ ഡിസ്പ്ലേ ബോർഡ്, പരസ്യ ബോർഡുകളെ കാണാം. 22 വയസ്സിൽ ലൈവ് സെറ്റ്. ശരിക്കും 17ാമത്തെ വയസ്സിൽ IITയിൽ കയറുന്നു, 18ാമത്തെ വയസ്സിലേക്ക് കയറുന്നു. 4 വർഷം കഴിയുമ്പോൾ ശരിക്കും 22-23 വയസ്സുകാരന് കിട്ടിയ ഒരു പ്ലേസ്മെൻ്റാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. 3,67,00,000 രൂപ വാർഷിക ശമ്പളമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ സാധാരണ ഇതിലൊരു IITയിൽ നമുക്ക് ശരിക്കും ഒരുപാട് വർഷം പഠിക്കേണ്ട, 4 വർഷം പഠിച്ചു കഴിഞ്ഞാൽ 22-23 വയസ്സാകുമ്പോഴത്തേക്ക് ലൈഫ് സെറ്റ് തന്നെയാണ്.
അത് മാത്രം നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഏതൊരു സിനിമയിലൊരു ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ട്, കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് കാര്യമില്ല, ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ മക്കളോട് പറഞ്ഞ കാര്യം, ഇഷ്ടപ്പെട്ട് പഠിക്കണം. നിങ്ങൾക്ക് മെക്കാനിക്കലാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ മെക്കാനിക്കൽ എടുക്കുക, സിവിലാണ് ഇഷ്ടമെങ്കിൽ അതെടുക്കുക, കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇഷ്ടമെങ്കിൽ അതെടുക്കുക. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് യു ആർ ക്രേസി അബൌട്ട് വെഹിക്കിൾസ്, വാഹനങ്ങൾ, അതിൻ്റെ പവർ, അതിൻ്റെ ടോർക്ക്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങളെ വല്ലാതെ സ്വാധീനിക്കുന്നത്. നിങ്ങളൊരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആവണം. അപ്പോൾ ഇങ്ങനെയുള്ള കൃത്യമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ പഠിക്കുകയും അത് ലോകോത്തരമായ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം നൽകുന്ന IIT-കൾ, NIT-കൾ, കൃത്യമായിട്ടുള്ള കണക്ക് നിങ്ങൾക്കറിയാം. 23 IIT-കൾ, 31 NIT-കൾ, 25 IIIT-കൾ. അധികം ആരും ശ്രദ്ധിക്കാത്ത സംഗതിയാണ് IIIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. നമ്മുടെ കോട്ടയത്തൊക്കെ ഉണ്ട്. GFT ഉണ്ട്, ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിലേക്കൊക്കെയുള്ള അഡ്മിഷൻ IIT. 2 രീതിയിലാണ് പരീക്ഷകൾ നടക്കുന്നത് നിങ്ങൾക്കറിയാം, JEE മെയിനും അഡ്വാൻസ്ഡും. ഓൾമോസ്റ്റ് 13 lakhs to 15 lakhs റേഞ്ചിലാണ് കുട്ടികൾ എഴുതുന്നത്. ഇഷ്ടംപോലെ സീറ്റുകളുണ്ട്. ടോട്ടൽ അലോട്ട്മെൻറ്റ് ഓൾമോസ്റ്റ് 65,000-ഓളം സീറ്റുകൾ, IIT-കൾ, IIIT-കൾ, NIT-കളെ കൂടിയിട്ട് 65,000-ഓളം സീറ്റ്സും ഉണ്ട്. അപ്പോൾ രണ്ടാമത്തതായിട്ട് നമുക്ക്, ഒന്നാമൊന്നും പറയാനില്ല, IIT-കൾ നമ്മളൊരു ഡ്രീമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. IIT-കൾ, NIT-കൾ, അവയിലേക്കുള്ള പ്രവേശന പരീക്ഷ JEE മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് എന്താ പറയുക മക്കളെ, ഐസറിനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ എന്നോടിപ്പോൾ ഞാൻ ഈ പല കരിയർ ഗൈഡൻസ് പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ മക്കൾ ചോദിക്കും, സാർ എനിക്ക് ഡോക്ടർ ആവണ്ട, എഞ്ചിനീയർ ആവണ്ട, പിന്നെ ഞാൻ എന്താവുക? ഡോക്ടറും എഞ്ചിനീയർ ആവാതെ ഒരു മികച്ച കരിയറിലേക്ക് +2 സയൻസിലാണ് നമ്മൾ പോകുകയാണെങ്കിൽ, +2 സയൻസിലാണ് ഫോക്കസ് ചെയ്യുന്നത്, പോവുകയാണെങ്കിൽ എൻ്റെ ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് തരട്ടെ, ഇതാ പിടിച്ചോളൂ. എന്താ? സയൻറ്റിസ്റ്റ്. ഇപ്പോൾ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ ആദ്യത്തെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ എടുത്തത് കെമിസ്ട്രിയിലാണ്. അതിന് ശേഷമാണ് ഞാൻ സൈക്കോളജി പഠിച്ചത്. ഈ കെമിസ്ട്രിയൊക്കെ പഠിച്ച് ഇവിടുന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് ജർമ്മനിയിലൊക്കെ പോയിട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുടെ സാലറി നമുക്ക് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഇപ്പോൾ റിസർച്ച്, ഇന്ത്യയിൽ റിസർച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും മികച്ച അവസരങ്ങൾ ഒരുക്കുകയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ഐസർ. അവയിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. പിന്നെ മറ്റൊന്നും കൂടിയുണ്ട്, നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്, നെസ്റ്റ്. അത് മുംബൈ യൂണിവേഴ്സിറ്റിയിലും അതേപോലെ തന്നെ നൈസർ ഭുവനേശ്വറിലെ സ്പെസിഫിക് ടെസ്റ്റാണ്. അപ്പോൾ ഐസറുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ടോട്ടൽ 7 ഐസറുകളാണ് ഉള്ളത്. ഗുവാഹത്തിയിലുണ്ട്, പൂനെയിലുണ്ട്, കേരളത്തിൽ നമ്മുടെ തിരുവനന്തപുരത്തുണ്ട് ഐസർ. അപ്പോൾ ഇങ്ങനെയുള്ള ഭോപ്പാലിലുണ്ട്. അപ്പോൾ ഇത്തരം മികച്ച ഐസറിലേക്ക്, പക്ഷേ അതൊരു ഷോർട്ട് ടേം കോഴ്സിൽ ഓർമ്മിക്കുക. +2 കഴിഞ്ഞ് നിങ്ങൾ ഓൾമോസ്റ്റ് റിസർച്ചൊക്കെ കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 years 9 years എങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും. നന്നായിട്ട് പഠിക്കുന്ന ഫിസിക്സോ കെമിസ്ട്രിയോ മാത്തമെറ്റിക്സോ ബയോളജി ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ ഡീപ്പായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന, റിസർച്ച് മേഖലയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സാണ് ഐസർ. അതിലേക്കുള്ള പ്രവേശന പരീക്ഷ എന്താ? ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. മക്കളെ ഇനി പറയുന്നത് എന്താ അറിയോ, 300-ലധികം യൂണിവേഴ്സിറ്റീസ്. ലിസ്റ്റ് നോക്കിയ കോഴ്സുകൾ ആർട്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ്, അതിൽ എന്തൊക്കെ വരും? അഗ്രികൾച്ചർ വരാം, BTech വരാം, സൈക്കോളജി വരാം, പിന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വരാം. ഇങ്ങനെയൊക്കെയുള്ള നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് ഈ എൻട്രൻസ്. ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എൻട്രൻസ് കൂടിയാണ് CUET. ഓൾറെഡി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, ചില സമയത്ത് അതിന് മുമ്പൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റും കൂടെ പറയാറുണ്ട്. നമ്മുടെ കേരളത്തിലുമുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, ആരൊക്കെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതേണ്ടത്? ഒന്ന്, റിസർച്ചിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികൾ. രണ്ടാമതായിട്ട് ടീച്ചിങ്, നമ്മളൊരു കോളേജ് ലെക്ചർഷിപ്പൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ. മൂന്നാമതായിട്ട് സിവിൽ സർവീസ്. കാരണം ഞാൻ പറയാം, സിവിൽ സർവീസിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണെങ്കിലും അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് PG ലെവലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഓൾമോസ്റ്റ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലാണ്, നല്ല ഡെപ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ സാധാരണ ഇതിൽ ഇതൊരു ഇൻ്റഗ്രേറ്റഡ് MSc എന്ന് പറഞ്ഞ പ്രോഗ്രാംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് സോഷ്യോളജിയിലോ സൈക്കോളജിയിലോ അല്ലെങ്കിൽ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ബയോളജിയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾ +2 കഴിഞ്ഞ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ചെയ്ത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പഠിച്ചൊരു PG എടുത്ത് പുറത്തിറങ്ങുക. ആ സമയത്ത് തന്നെ ധാരാളമായിട്ട് വായിക്കാൻ, നല്ല ഡെപ്ത് നേടുക, നല്ല ഡീപ്പായിട്ട് നോളജ് നേടുക. അങ്ങനെ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് മേഖലകൾ ഞാൻ പറഞ്ഞ്? റിസർച്ചിലേക്ക് പോവാം, പിന്നെ ഏതാ? റിസർച്ചിലേക്ക് പോവാം, ടീച്ചിങ്ങിലേക്ക് പോവാം, സിവിൽ സർവീസിലേക്ക് പോകാം. മറക്കണ്ട, CUET. ഓക്കെ. മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എൻട്രൻസുകളെ പറ്റി പറയട്ടെ, ഡിസൈനിങ് എൻട്രൻസുകൾ. ഇപ്പോൾ ചില കുട്ടികളൊക്കെ, ഞാൻ ഈ ചില ക്ലാസ് റൂമിലൊക്കെ പോകുമ്പോഴേ ഈ ഡെസ്കിലൊക്കെ അതിമനോഹരമായിട്ട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒരു 3D ഷേപ്പിലൊക്കെയാണ്. ഞാൻ ഇതിനിടയ്ക്ക് എറണാകുളത്ത് ഒരു സ്കൂളിൽ പോയപ്പോൾ ചുമ്മാ ക്ലാസ്സിലേക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് ഒരു കാറിൻ്റെ ഒരു ചിത്രം, ശരിക്കും നോക്കിക്കഴിഞ്ഞൊരു കാർ എടുത്തു വെച്ച പോലെ, ആ നമ്മൾ ഷെയ്ഡൊക്കെ ചെയ്തിട്ട് ഞാൻ അവനെ വിളിച്ച് സംസാരിച്ചു. ശരിക്കും അവനൊക്കെ ബെസ്റ്റ് ഡിസൈനർ ആവാൻ വേണ്ടി പറ്റും.
ഡിസൈനിങ് മേഖലയിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് പ്രൈവറ്റ് ഫേംസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് കോഴ്സ് നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന ഡിസൈനിങ് കോഴ്സുകളെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റ് ഉണ്ട്, NIFT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, പിന്നെ നാറ്റയും ബേസിക്കലി ഡിസൈനിങ് കോഴ്സാണ്. എന്താ നാറ്റൻ്റെ ഫുൾ ഫോം അറിയോ എന്ന് പറഞ്ഞേ? നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ, BR. നമ്മളൊക്കെ ചില സമയത്ത് നിങ്ങൾ വിദേശ രാജ്യങ്ങളൊക്കെ പോയ ആൾക്കാർ ഇന്ത്യയിൽ തന്നെ ഉണ്ട്, ചില ബിൽഡിങ്ങുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കും. അതിൻ്റെ ഒരു അതിമനോഹരമായ സ്ട്രക്ചറാണ്. നമ്മളിങ്ങനെ നോക്കി നിൽക്കും, എങ്ങനെ ഇത്തരൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വരുന്നത് ആർക്കിടെക്ചർ, പ്ലാനിങ് ഇതൊക്കെ പഠിച്ച ആൾക്കാരാണ്. നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ. പിന്നെ അതേപോലെ തന്നെ IITകളിലേക്കുള്ള UC'ഡ് ഡിസൈനിങ് പരീക്ഷ, പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. ഒരുപാട് ഡിസൈനിങ് ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബ്രോഷർ എടുത്ത് നോക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ ഡിസൈൻ, കൊമേഴ്സ്യൽ ഡിസൈൻ, ടെക്സ്റ്റൈൽ ഡിസൈൻ, ലൈഫ് സ്റ്റൈൽ ഡിസൈൻ, ആക്സസറി ഡിസൈൻ, ഈ വെഹിക്കിൾ, ഓട്ടോമൊബൈൽ ഡിസൈൻ. നമ്മൾ സാധാരണ ഇതിൽ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സംഗതിയും ഡിസൈൻ മാറുകയാണ്. നിങ്ങളുടെ റൂമിലുള്ള AC-ൻ്റെ ഡിസൈൻ, ഫാനിൻ്റെ ഡിസൈൻ, ഇതൊക്കെ ചേഞ്ചസ് മൈന്യൂട്ടായിട്ട് ഇങ്ങനെ ചേഞ്ച് വരുന്നുണ്ട്. വീട്ടിലുള്ള ഓരോ അപ്പാരറ്റസിൻ്റെ ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിസൈനേഴ്സ്, ഇത്തരം ഇൻഡസ്ട്രിയൽ ഡിസൈനേഴ്സിന് ഭയങ്കര സ്കോപ്പാണ്. ഇതിനുള്ള പ്രവേശന പരീക്ഷയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? നാറ്റയിലേക്ക് പോവാം, NID. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക NIDൻ്റെ ഒക്കെ കാര്യങ്ങൾ. UC'ഡ്, പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന നിഫ്റ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, ആർക്കിടെക്ചർ, UC'ഡ്, ഇതൊക്കെ ഒന്ന് നോക്കുക. പക്ഷേ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്പം വ്യത്യാസമുണ്ട്. കുറച്ച് ഡ്രോയിങ്ങും കാര്യങ്ങളും ഈ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡൊക്കെ ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് അഡീഷണലായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. ഓക്കെ മക്കളെ, നമ്മൾ ആദ്യം എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ IIT മാത്രമാണോ അല്ലെങ്കിൽ JEE മാത്രമാണോ എഞ്ചിനീയറിങ്ങിന് പോകാൻ ആഗ്രഹമുള്ള ഒരു കുട്ടികളുടെ പ്രവേശന പരീക്ഷ? തീർച്ചയായും അല്ല. നമ്മുടെ ഈ കേരളത്തിൽ നല്ല നിലവാരമുള്ള മികച്ച പ്ലേസ്മെൻ്റുള്ള ഒരുപാട് കോളേജുകളുണ്ട്. നിങ്ങൾക്കറിയോ ഏതൊക്കെയാണ് കേരളത്തിൽ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജ്? ഒന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? CET എന്ന് പറയുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, പിന്നെ കൊല്ലത്തുണ്ട് TKM എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, പിന്നെ RIT കോട്ടയം, പിന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, പിന്നെ MA കോളേജ് കോതമംഗലം, NSS പാലക്കാട്, പിന്നെ സ്വകാര്യ മേഖലയിൽ നല്ല ഒരുപാട് കോളേജുണ്ട്, ഫിസാറ്റ്, അമൽ ജ്യോതി, ഇങ്ങനെ ഒരുപാട് കോളേജുകളുണ്ട്. മോർ ദാൻ 100 കോളേജസ് ഉണ്ട് കേരളത്തിൽ. പക്ഷേ നല്ല നിലവാരമുള്ള കോളേജുകളുണ്ട്, നല്ല പ്ലേസ്മെൻറ്റുള്ള കോളേജുകളുണ്ട്. ഇവയിലേക്കുള്ള പ്രവേശന പരീക്ഷ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് കീം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ പരീക്ഷ, കീം പരീക്ഷയുണ്ട്. പിന്നെ കേരളത്തിൽ തന്നെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിപൊളി ഒരു വൈബ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അതെവിടെയാണ്? കുസാറ്റ്, അല്ലേ? കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. കുസാറ്റിൽ മറൈൻ എഞ്ചിനീയറിംഗ്, പോളിമർ എഞ്ചിനീയറിംഗ്, ഫയർ ആൻഡ് സേഫ്റ്റി പോലെ സ്പെഷ്യലൈസ്ഡ് എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്. ഇപ്പോൾ കുസാറ്റ് നല്ല പ്ലേസ്മെൻറ്റുള്ള സ്ഥലമാണ് കുസാറ്റ്. പിന്നെ ഈ 2 എക്സാംസിനെ കുറിച്ച് ഓർമ്മിക്കുക, കീം, കുസാറ്റ്. പിന്നെ നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്യുക. തമിഴ്നാട് മാത്രമല്ല പല സ്ഥലത്തും ഉണ്ട്. അതിൻ്റെ ബേസിക് ഒറിജിൻ തമിഴ്നാടിൻ്റെ അടുത്ത്, ഈ ചെന്നൈക്കടുത്ത വെല്ലൂരാണ്. VIT, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി. പിന്നെ ഇപ്പോഴും നിങ്ങൾക്ക് ChatGPT, ഗൂഗിളൊക്കെ ഉള്ളത്, നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒരു ഇൻപുട്ട് തരേണ്ട ആവശ്യമില്ല. ഇപ്പോഴും VIT, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി നല്ല പ്ലേസ്മെൻ്റാണ്. AI-നെയൊക്കെ ബേസ് ചെയ്ത ഡാറ്റ സയൻസ്, AI, സൈബർ സെക്യൂരിറ്റി, ഈ പറഞ്ഞിരിക്കുന്ന പുതിയ തലമുറ കോഴ്സുകളൊക്കെ ഒരുപാട് അവിടെ നടത്തി നല്ല പ്ലേസ്മെൻറ്റ് കിട്ടുന്ന സ്ഥലമാണ് VIT. പിന്നെ SRM JEE എന്ന് പറഞ്ഞൊരു പരീക്ഷയുണ്ട് തമിഴ്നാട്ടിൽ, അതൊക്കെ എഞ്ചിനീയറിംഗ് നോക്കാം. ബിറ്റ്സാറ്റ് അടിപൊളിയാണ്. ഗോവയിലും രാജസ്ഥാനുള്ള ക്യാമ്പസുകളുണ്ട്. ബിറ്റ്സാറ്റ്, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള, പിന്നെ കർണാടകത്തിൽ വേറെ പരീക്ഷയുണ്ട്, COMEDK, COMEDK, COMEDK. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അത് അവിടുത്തെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് കേട്ടോ, സ്വാശ്രയ കോളേജുകളാണ്. കർണാടകത്തിലെ ഗവൺമെൻറ് കോളേജുകളിലേക്ക് നമുക്ക് നേരിട്ട് പോകാൻ പറ്റില്ല. അവിടുത്തെ സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ് COMEDK, COMEDK എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള എഞ്ചിനീയറിംഗ് എൻട്രൻസുകളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. നാഷണൽ ഡിഫൻസ് അക്കാഡമി തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളീ പഠിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന കോഴ്സുകൾ, ഞാൻ എന്താ ഈ ക്ലാസ് എങ്ങനെയാണ് തുടങ്ങി, ഈ സെഷൻ എങ്ങനെയാണ് തുടങ്ങി, ഇതൊരു സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടല്ലേ. അപ്പം നമ്മുടെ ഒരു ഇൻ്റഗ്രേറ്റഡ് സൈലത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ വിശാലമായ സൂപ്പർ മാർക്കറ്റിലേക്കാണ് കയറുന്നത്. നിങ്ങളോട് സ്പെസിഫിക് ആയിട്ട് ഡോക്ടർ ആവൂ, എഞ്ചിനീയർ ആവൂ എന്ന് ആരും നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സെലക്ഷൻ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുക്കാം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു രാജ്യസ്നേഹമുള്ള അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും ഒപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് ആണ് നാഷണൽ ഡിഫൻസ് അക്കാദമി അഥവാ NDA. നാവി, എയർഫോഴ്സ്, മിലിറ്ററി, ഇതിലൊക്കെ ടോപ്പ് ഓഫീസർ ആവാം. അത്യാവശ്യം നല്ല സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അറിയാലോ, നാവിയിലൊക്കെ ഒരു ഓഫീസർ എന്ന് പറഞ്ഞാൽ കിട്ടുന്നൊരു പവർ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ സിസ്റ്റത്തിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി. അതിലേക്കൂടെ നാവി, പിന്നെ ഏതാ എയർഫോഴ്സ്, മിലിറ്ററിയിൽ ടോപ്പ് ഓഫീസേഴ്സാണ്. മക്കളെ, നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എൻട്രൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അഗ്രികൾച്ചർ, ഫാർമസി, ഈ 2 കാര്യങ്ങളും പറയണം. അഗ്രികൾച്ചർ, BSc അഗ്രികൾച്ചർ. ഇപ്പം ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, രാവിലെ നമ്മൾ നടക്കാനൊക്കെ പോകുമ്പോൾ, മാർക്കറ്റിലേക്ക് പോകുമ്പോൾ
നിങ്ങൾ ഈ രാവിലെ വെജിറ്റബിൾ ഫ്രൂട്ട് മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ട്, എത്ര പച്ചക്കറികളാണ്, ലോഡ് കണക്കിന് തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ് ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ വരികയാണ്. ഇതൊക്കെ എവിടുന്നാണ് വരുന്നത്? ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ അല്ലേ? ശരിക്കും നോക്കിയാൽ ഒന്നോ രണ്ടോ ആഴ്ച ഇതൊന്നും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അരി ഇതൊക്കെ 1-2 ആഴ്ച കിട്ടാതിരുന്ന് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇതിൻ്റെയൊക്കെ പിറകിൽ വലിയൊരു അധ്വാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അഗ്രികൾച്ചറായിട്ട് ബന്ധപ്പെട്ട കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയാണ് ഇപ്പോഴും പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന കാലങ്ങളിലും ഉണ്ടാകും. കാരണം ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. വരുന്നൊരു കോഴ്സാണ് BSc അഗ്രികൾച്ചർ. എങ്ങനെയാണ് ഈ BSc അഗ്രികൾച്ചറിലേക്ക് പ്രവേശനം നേടുന്നത്? BSc അഗ്രികൾച്ചറിലേക്ക് പ്രധാനമായും 2 പരീക്ഷകളാണ് എഴുതേണ്ടത്. 3 പരീക്ഷകൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പരീക്ഷകൾ 2ആണ്. ഒന്ന് നീറ്റ് പരീക്ഷ. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ BSc അഗ്രികൾച്ചറിൻ്റെ 80% സീറ്റുകൾ നീറ്റ് പരീക്ഷ വഴിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ CUET. മൂന്നാമതായിട്ട് നിങ്ങൾ കീം പരീക്ഷ കൂടി അപ്ലൈ ചെയ്യണം. ഈ 3 കാര്യങ്ങളാണ് അഗ്രികൾച്ചറായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇപ്പോൾ സാധാരണ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ സന്തോഷത്തോടെ പഠിക്കുന്ന ഒരു കോഴ്സ് BSc അഗ്രികൾച്ചറാണ്. കാരണം ഒരു ചെടിയൊക്കെ ഒരു വിത്ത് നട്ട് അതിങ്ങനെ വളർന്ന് അതൊരു മരമായിട്ട് അതിൽ പഴങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കിട്ടുന്നൊരു സന്തോഷം. അപ്പോൾ നമ്മൾ സാധാരണ പറയും കർഷകർ പൊതുവേ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഈ ഫാർമേഴ്സിൻ്റെ ഒക്കെ വലിയ നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ഫാർമേഴ്സൊക്കെ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കാണാറ് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഭാവിയിൽ നല്ല കരിയർ സാധ്യതയുള്ള BSc അഗ്രികൾച്ചർ കോഴ്സ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കറിയാം ഫാർമസി അല്ലെ, കോവിഡിന് ശേഷം ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൽ ഭയങ്കരമായിട്ടുള്ളൊരു ബൂമിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ വീട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ എത്ര മെഡിസിൻസ് ഉണ്ടാവും ഇല്ലേ? ഒന്ന് നോക്കിയാൽ ചുമ വരുമ്പോൾ കഴിക്കേണ്ട മെഡിസിൻ ഉണ്ടാവും, പനീൻ്റെ മെഡിസിൻ ഉണ്ടാവും, തലവേദന ഉണ്ടാവും, പലതരത്തിലും മെഡിസിൻ ഇല്ലാത്ത വീടുണ്ടാവും. അപ്പോൾ ശരിക്കും ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, മനുഷ്യരുടെ അസുഖങ്ങൾ കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ? ചോദ്യം ഇതാണ്. മനുഷ്യരുടെ അസുഖങ്ങൾ കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ? അല്ല. നിങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ അസുഖങ്ങൾ കൂടി വരിക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ട് 2 കോഴ്സുകളാണ്. BPharm, അതിൻ്റെ മാസ്റ്റർ ഡിഗ്രിയാണ് MPharm. പിന്നെ ഫാം ഡി എന്നുള്ള ഡോക്ടർ ഓഫ് ഫാർമസിയാണ്, കൂടുതൽ വർഷം പഠിക്കണം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. BPharmലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ എഴുതേണ്ട പരീക്ഷയാണ് കീമിൻ്റെ എൻട്രൻസ് പരീക്ഷ. അതിൽ ഫിസിക്സും കെമിസ്ട്രിയാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് MPharm ഒക്കെ എടുത്ത് ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിൽ നല്ലൊരു കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഓർമ്മിക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളും പറയാം. അപ്പോൾ അഗ്രികൾച്ചർ, ഫാർമസ്യൂട്ടിക്കൽ. അപ്പോൾ അഗ്രികൾച്ചറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഫാർമസ്യൂട്ടിക്കലിൻ്റെ കാര്യവും പറഞ്ഞു. പാരാമെഡിക്കൽ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് എന്താ, പാരാമെഡിക്കൽ നേഴ്സിംഗ് പാരാമെഡിക്കൽ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ആ വിഭാഗത്തിൽ ചേർക്കാം. ഇപ്പോൾ BSc നേഴ്സിംഗ്, പിന്നെ ഒരുപാട് മറ്റു കോഴ്സ് BSc ഒപ്റ്റോമെട്രി, റെസ്പിറേഷണൽ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഇങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇതിലേക്കൊക്കെ കേരളത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് എൻട്രൻസ് പരീക്ഷകളില്ല, പക്ഷേ സെൻട്രൽ ലെവലിലുണ്ട്. എയിംസിൽ നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ എൻട്രൻസ് ഉണ്ട്. ജിപ്മറിൽ എൻട്രൻസ് ഇല്ല, നീറ്റ് സ്കോർ വഴിയാണ് എടുക്കുന്നത്. പിന്നെ ദേശീയ തലത്തിൽ ഇത്തരം കോഴ്സുകളിലേക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ എൻട്രൻസും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ എപ്പിസോഡിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ ഇൻഡസ്ട്രീസ് ഒന്നും മറക്കല്ലേ. ഏതൊക്കെ? അഗ്രികൾച്ചർ, പാരാമെഡിക്കൽ, പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ. ഓക്കെ. ഒരു 5 വർഷം മുമ്പേ ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞ് പോയപ്പോൾ ഒരു പയ്യൻ എന്നോട് ചോദിച്ചു, സാറേ എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ മോനെ? സാറേ എനിക്ക് കൊല്ലത്തിൽ 6 മാസം മാത്രമേ ജോലി ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞു, ഓക്കെ. തീർന്നോ? ഇല്ല. എനിക്ക് ലോകം കറങ്ങണം. ഞാൻ പറഞ്ഞു, തീർന്നോ? ഇല്ല. എനിക്കൊരു 2-3 ലക്ഷം രൂപ സാലറി വേണം. നടക്കുമോ? ഞാൻ അവനോട് എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, നടക്കാതൊന്നുമില്ല. ഒരു 5 years ബാക്കാണ്. നടക്കാതൊന്നുമില്ല. എനിക്ക് ഞാനൊരു എൻട്രൻസിൻ്റെ പേര് പറഞ്ഞുതരാം. IMU-CET, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി, മർച്ചൻ്റ് നേവിയിലാണ്. മർച്ചൻ്റ് നേവിയിലേക്ക് പോകണം. അവൻ പറഞ്ഞ് 3 ആഗ്രഹങ്ങൾ നടക്കും ഇല്ലേ? മർച്ചൻ്റ് നേവി എന്ന് പറയുമ്പോൾ ഷിപ്പിലാണല്ലോ. അപ്പോൾ ലോകം കറങ്ങാം, 6 മാസം ജോലി ചെയ്യുന്ന സ്കീംസ് ഉണ്ടാവും, പിന്നെന്താണ്, നല്ല സാലറിയും കിട്ടും. അപ്പം അങ്ങനെ ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ ഈ മർച്ചൻ്റ് നേവിയിലേക്ക് പോകുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എൻട്രൻസ് ആണ് IMU-CET. കുറച്ച് വ്യത്യാസമുണ്ട് സിലബസും കാര്യങ്ങളൊക്കെ. അതും തീർച്ചയായിട്ടും നമുക്ക് ചെയ്ത് ഈ മർച്ചൻ്റ് നേവി മേഖലയിൽ മികച്ച കരിയറിലേക്ക് പോകും. മക്കൾ, അവസാനമായിട്ടൊരു മാനേജ്മെൻറ്റ് എൻട്രൻസിനെ കുറിച്ച് പറയാം. ഇപ്പോൾ പൊതുവേ കുട്ടികൾ ബിസിനസ് മാനേജ്മെൻറ്റ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇപ്പോൾ ശരിക്കും കേരളത്തിൽ ഈ 6 വരി പാതയൊക്കെ വന്നു കഴിഞ്ഞാൽ ടൂറിസം ശരിക്കും ഡെവലപ്ഡ് ആവും. ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോപ്പ് വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ്. ഇതിന് ദേശീയ തലത്തിലൊരു എൻട്രൻസ് പരീക്ഷയുണ്ട്, NCHMCT, നാഷണൽ കൗൺസിൽ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോമൺ ടെസ്റ്റ്. ഇത് എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും മികച്ച രീതിയിലുള്ള സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ IPMAT എന്ന് പറഞ്ഞ മാനേജ്മെൻറ്റ് പരീക്ഷയുണ്ട്. അത് ഹോട്ടൽ മാനേജ്മെൻറ്റിലെ ജനറൽ മാനേജ്മെൻറ്റ് പരീക്ഷയാണ്.
അപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് ആ ഫീൽഡിലേക്കൊക്കെ പോകാനാണ് ആഗ്രഹം, മാനേജ്മെൻറ്റ് ഫീൽഡിലേക്ക് പോകാനാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കും. മക്കളെ, കുറച്ച് നേരമായിട്ട് ഞാൻ ഈ എൻട്രൻസ് പരീക്ഷകളൊക്കെ കുറിച്ച് പറഞ്ഞു, കുറച്ചൊരു ധാരണ കിട്ടി. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റേ എപ്പിസോഡിൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പരിശോധിക്കാം. പക്ഷേ വീണ്ടും നമ്മൾ ആ സൂപ്പർ മാർക്കറ്റിലേക്ക് ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു. ആദ്യം തന്നെ സാധനങ്ങൾ വാങ്ങാതെ ശ്രദ്ധിച്ച് നോക്കുന്നു, എവിടെ എന്തൊക്കെയാണ്, ഏതൊക്കെ ബ്രാൻഡുകളുണ്ട്, അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ നിരീക്ഷിക്കുന്നു, എന്നിട്ട് സെലക്ട് ചെയ്യുന്നു. ഹയർ സെക്കൻഡറിയിലേക്ക് വരുമ്പോഴും നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിലേക്ക് വരുമ്പോഴും നിങ്ങൾ ഇത് തന്നെയാണ്. നിങ്ങൾ കൃത്യമായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കുക. ഫിസിക്സ്, ഇവിടെ സാധനങ്ങൾക്ക് പകരം സബ്ജക്ട്സ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ്, ബയോളജി ഒക്കെ ഉണ്ട്. ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നോക്കുക. പിന്നെ നിങ്ങളെ താല്പര്യമുള്ള അതിൽ ആഡ് ഓൺ ചെയ്യുക. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടാവും മനസ്സിൽ, കുഞ്ഞുനാൾ മുതലേ ആഗ്രഹങ്ങളുണ്ടാവും. എനിക്ക് ഇന്നൊരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ പല രീതിയിലുള്ള അതുമായിട്ട് കൃത്യമായുള്ള ഗൈഡ് ലൈൻസ്. ഇപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളും ഞാൻ വിസിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ സൈലത്തിൻ്റെ ഒഫീഷ്യൽ കരിയർ ഗൈഡാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ മക്കൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ചോദിക്കും, സാറേ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എന്താ ചെയ്യേണ്ടത്? അതിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് നമ്മൾ കൊടുക്കും. പക്ഷേ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്, നല്ല സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, നല്ല ക്യാമ്പസുകളുണ്ട്. അടിപൊളിയായിട്ട് ഇവിടെ പഠിച്ച് നിങ്ങളുടെ മനസ്സിലെ ഡ്രീം എന്താണോ അത് നേടാനുള്ള അസുലഭമായ അവസരമാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മക്കൾക്കും ISP സിസ്റ്റം, ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കാണാം. താങ്ക് യു.